ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. സംസ്ഥാനത്ത് ഇന്ന് 5456 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4701 പേർ രോഗമുക്തി നേടി. 23 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 54,472 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.02%. കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ 600-ന് മുകളിലും എറണാകുളം, കോട്ടയം ജില്ലകളിൽ 500-ന് മുകളിലും മലപ്പുറം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ 400-ന് മുകളിലും രോഗബാധിതരുണ്ട്. 58,824 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 6,32,000-ത്തിലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. 2,757 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇന്ന് റീപോളിംഗ് നടന്ന സുൽത്താൻ ബത്തേരി നഗരസഭയിലെ തൊടുവെട്ടി വാർഡിലും തിരൂരങ്ങാടി നഗരസഭയിലെ കിസാൻ കേന്ദ്രം വാർഡിലും യുഡിഎഫിന് വിജയം. കോൺഗ്രസിന്റെ അസീസ് മാടാലയാണ് തൊടുവെട്ടി വാർഡിൽ വിജയം നേടിയത്. മുസ്ലിം ലീഗിന്റെ ജഹഫർ കുന്നത്തേരി കിസാൻ കേന്ദ്രം വാർഡിൽ വിജയം നേടി. തൊടുവെട്ടിയിൽ 76.67%, തിരൂരങ്ങാടിയിൽ 80.21% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടിംഗ് മെഷീനിലെ തകരാറിനെ തുടർന്നാണ് റീപോളിംഗ് നടന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട പ്രത്യേക മാർഗ്ഗനിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. പെരുമാറ്റച്ചട്ടങ്ങൾ ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-ന് നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി യോഗം ചേരുമ്പോൾ മാസ്ക്, സാനിറ്റൈസർ, സാമൂഹിക അകലം തുടങ്ങി കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം. ഏതെങ്കിലും അംഗത്തിന് കോവിഡ് പോസിറ്റീവ് ആവുകയോ ക്വാറന്റീനിൽ കഴിയേണ്ടി വരികയോ വേണ്ടി വന്നാൽ വിവരം വരണാധികാരിയെ മുൻകൂട്ടി അറിയിക്കുകയും പിപിഇ കിറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് ഹാജരാവുകയും വേണം. ഇത്തരം അംഗങ്ങൾക്ക് മറ്റെല്ലാ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാകും അവസരം നൽകുക. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിലവിൽ വന്ന പെരുമാറ്റച്ചട്ടങ്ങൾ ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിനുള്ള അംഗീകാരമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. ഭരണത്തിലിരിക്കുന്ന സർക്കാരിന് അനുകൂലമായ ജനവിധി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുന്നത് 1990-ന് ശേഷം ഇതാദ്യമായാണ്. വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമത്തെ അതിജീവിച്ച് നേടിയ വിജയമാണിതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യുഡിഎഫിന്റെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തവും ഏറ്റെടുക്കുന്നതായി കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തിരിച്ചടിയെക്കുറിച്ച് പരിശോധിക്കും. പൊതുരാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയായില്ലെന്നും ശക്തമായി തിരിച്ചുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ജയത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഒട്ടേറെ പേരുണ്ടാകുമെന്നും എന്നാൽ പരാജയം അനാഥമാണെന്നും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. കോവിഡ്-19 പശ്ചാത്തലത്തിൽ അടഞ്ഞുകിടക്കുന്ന അങ്കണവാടികളുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. എല്ലാ അങ്കണവാടി വർക്കർമാരും ഹെൽപ്പർമാരും തിങ്കളാഴ്ച മുതൽ അങ്കണവാടിയിൽ എത്തിച്ചേരണം. കുട്ടികൾ എത്തുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം പിന്നീട് എടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞതോടെ കോവിഡ് വ്യാപനത്തിന് സാധ്യതയുള്ളതിനാൽ സർക്കാരിന്റെ ടെലിമെഡിസിൻ സംവിധാനമായ ഇ സഞ്ജീവനി സേവനങ്ങൾ ശക്തിപ്പെടുത്തിയതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് രോഗവ്യാപനം വളരെ കൂടിയിട്ടുണ്ട്. അതിനാൽ തന്നെ കേരളവും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിലുള്ള തർക്കങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിച്ചതായി മിസോറാം ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തർക്കങ്ങൾ പരിഹരിക്കാൻ സാധ്യമായ എല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും ശ്രീ പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞു. ONV സാഹിത്യ പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക്. സാഹിത്യ നിരൂപണത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ അംഗീകാരം ലഭിച്ചത്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൊച്ചിയിലെ മാളിൽ യുവനടിക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞതായാണ് വിവരം. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 കോടി രൂപ സംഭാവന നൽകിയ നടപടി ചട്ടവിരുദ്ധമെന്ന് ഹൈക്കോടതി. ദേവസ്വം ആക്ടിലെ 27-ാം വകുപ്പ് പ്രകാരം മറ്റ് ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ ജലവിതരണം പൂർണ്ണമായും മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി. ജലവിതരണ പൈപ്പിന്റെ ബന്ധപ്പെടുത്തൽ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ അരുവിക്കരയിലെ ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുന്നതിനാലാണ് ജലവിതരണം മുടങ്ങുക. വരമ്പശ്ശേരി, വഴുതക്കാട്, ഇടപ്പഴഞ്ഞി എന്നീ സ്ഥലങ്ങളിൽ ജലവിതരണം നാളെ ഭാഗികമായിരിക്കും. താഴ്ന്ന പ്രദേശങ്ങളിൽ ഞായറാഴ്ച രാവിലെയോടെയും
ഉയർന്ന പ്രദേശങ്ങളിൽ ഞായറാഴ്ച രാത്രിയോടെയും ജലവിതരണം പുനഃസ്ഥാപിക്കുന്നതാണ്. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത മുണ്ടക്കൽ താഴം കോട്ടംപറമ്പിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. നാളെ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും നടക്കും. പ്രദേശത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ കടകൾ കേന്ദ്രീകരിച്ച് സാമ്പിൾ പരിശോധനയും നടക്കും. അതേസമയം മരണത്തെ തുടർന്ന് ഷിഗല്ല സ്ഥിരീകരിച്ച 11 വയസ്സുകാരന്റെ വീട്ടിലെ ജലത്തിന്റെ സാമ്പിളുകൾ പരിശോധന നടത്തിയെങ്കിലും ഷിഗല്ലയുടെ അംശം കണ്ടെത്താനായില്ല. ഇടുക്കിയിലെ ഏലം കർഷകർക്ക് പ്രതീക്ഷ പകർന്ന് ഏലക്കായുടെ വില ഉയരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും അധികം ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് ഇടുക്കി. ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സെപ്റ്റംബർ പകുതിയോടെയാണ് 1 കിലോ ഏലക്കായുടെ ശരാശരി വില 1700 രൂപയ്ക്ക് താഴെയായത്. മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ 10-നാണ് ശരാശരി വില കിലോഗ്രാമിന് 1700 കടന്നത്. നവംബർ ആദ്യവാരം ഏലക്കായുടെ ശരാശരി വില 1300 രൂപ വരെ എത്തിയിരുന്നു. അതിനുശേഷം വിലയിൽ കാര്യമായ മുന്നേറ്റമുണ്ടായില്ല. ഇക്കഴിഞ്ഞ ദിവസം നടന്ന വണ്ടൻമേട് മാസ് എന്റർപ്രൈസസിന്റെ ഈ ലേലത്തിൽ ശരാശരി വില 1788 രൂപയും ഉയർന്ന വില 2458 രൂപയുമാണ് രേഖപ്പെടുത്തിയത്. ഏതാനും ദിവസങ്ങളായി ശരാശരി വില 1700 രൂപയ്ക്ക് മുകളിലെത്തുന്നത് കർഷകർ പ്രതീക്ഷയോടെയാണ് വീക്ഷിക്കുന്നത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കി വരുന്ന സ്നേഹപൂർവ്വം പദ്ധതിക്ക് സാമൂഹ്യനീതി വകുപ്പ് 12.20 കോടിയുടെ ഭരണാനുമതി നൽകിയതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. മാതാവോ പിതാവോ അല്ലെങ്കിൽ ഇരുവരും മരണപ്പെട്ട് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകൾക്ക് വിരുദ്ധമായി കൊല്ലം ജില്ലയിലെ പുനലൂർ സെന്റ് ഗൊരേത്തി സ്കൂൾ അധികൃതർ കുട്ടികളെ വിളിച്ചുവരുത്തി ക്ലാസ് എടുത്തതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കേസെടുത്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ക്ലാസുകൾ നടത്തിയതെന്നാണ് പരാതി. 400ഓളം കുട്ടികളെ ക്ലാസുകളിൽ പങ്കെടുപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി VHSE ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷകളിൽ നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എക്കണോമിക്സ് പരീക്ഷയും ചൊവ്വാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇംഗ്ലീഷ് പരീക്ഷയും മാറ്റിവച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ പിന്നീട് അറിയിക്കും. മറ്റ് പരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂർ സർവകലാശാലയുടെ അക്കാദമിക് കൌൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിജ്ഞാപനവും സമയക്രമവും സർവകലാശാല വെബ്സൈറ്റിൽ ലഭിക്കും. ദേശീയ നിയമസേവന അതോറിറ്റിയുടെ നിർദ്ദേശാനുസരണം ജില്ലാ നിയമസേവന അതോറിറ്റി ആലപ്പുഴ ജില്ലയിലെ എല്ലാ കോടതി കേന്ദ്രങ്ങളിലുമായി ജനുവരി 9-ന് ദേശീയ ലോക് അദാലത്ത് നടത്തുന്നു. നിലവിൽ കോടതികളുടെ പരിഗണനയിലിരിക്കുന്നതും ഒത്തുതീർപ്പാക്കാവുന്നതുമായ കേസുകൾ ലോക് അദാലത്തിൽ പരിഗണിക്കും. സർക്കാർ ഓഫീസുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഹരിത ഓഫീസുകളാക്കുന്നതിന്റെ പ്രഖ്യാപനവും ഗ്രീൻ സർട്ടിഫിക്കേഷൻ വിതരണവും ജനുവരി 26-ന് നടക്കും. ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ വസ്തുക്കൾ ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഓഫീസുകളെയാണ് ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കുന്നത്. രാജ്യത്തെ കോവിഡ് മുക്തരുടെ എണ്ണം 95 ലക്ഷം പിന്നിട്ടു. രോഗമുക്തി നിരക്ക് 95.40% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 31,087 പേർക്കാണ് രോഗം ഭേദമായത്. 22,889 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. നിലവിൽ ചികിത്സയിലുള്ളത് 3,13,831 പേരാണ്. 1.45% മരണനിരക്ക്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7,54 ലക്ഷം കടന്നു. 5,30 ലക്ഷത്തോളം പേർ രോഗമുക്തരായി. 16.5 ലക്ഷത്തിലധികം പേർക്കാണ് ഇതിനകം ജീവൻ നഷ്ടമായത്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 584 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 218 പേരാണ്. 10 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 1993 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ സെക്രട്ടറി റൌഫിനെ അന്യായമായി ജയിലിലടിച്ചെന്നാരോപിച്ച് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ നടത്തിയ മലപ്പുറം GST ഓഫീസ് മാർച്ചിൽ അക്രമം. പോലീസ് ലാത്തിചാർജ് നടത്തി. മുദ്രാവാക്യ വിളിയുമായെത്തിയ വിദ്യാർത്ഥികൾ പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതാണ് ലാത്തി വീശാൻ കാരണം. 20 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. 40ഓളം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 62 റൺസിന്റെ ലീഡ്. 2-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസ് എന്ന നിലയിലാണ്. 4 റൺസ് എടുത്ത പൃഥ്വി ഷായുടെ വിക്കറ്റാണ് 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് നഷ്ടമായത്. നേരത്തെ ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് സ്കോറായ 244-നെതിരെ ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ 191 റൺസിന് പുറത്തായി. 4 വിക്കറ്റെടുത്ത അശ്വിനാണ് ഓസീസിനെ തകർത്തത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.